10 വർഷത്തിലധികമായി നീറ്റ് ജെഇ പോലുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. എൻ്റെ ഇത്രയും കാലത്തെ അധ്യാപക ജീവിതത്തിൽ ഒരുപാട് മിടുക്കരായ ഹാർഡ് വർക്കിംഗ് ആയ എന്നാൽ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പുള്ള 2-3 മാസങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഒരു ലോ സ്കോറിൽ ഒതുങ്ങിപ്പോയ ബ്രില്യൻ്റായ വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ പഠിച്ച് മോക്ക് എക്സാമുകളിലൊക്കെ ടോപ്പ് മാർക്ക് നേടി മികച്ച ഒരു സ്റ്റഡി ഷെഡ്യൂളിലൂടെ മുന്നോട്ട് പോയിട്ടും അവസാന മാസങ്ങളിൽ എന്തുകൊണ്ടായിരിക്കും അവർക്ക് കാലിടറി പോയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? 99% വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ സക്സസിനോട് അടുക്കുന്ന സമയത്ത് അവരുടെ പ്രിപ്പറേഷനെ നശിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 12 ലക്ഷത്തോളം ജെഇ ആസ്പിരൻസിൽ വെറും 2.5 ലക്ഷം പേര് മാത്രമാണ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നത്. ഭൂരിഭാഗം പേരും അവസാന മാസങ്ങളിൽ ഉണ്ടാവുന്ന അബദ്ധം കൊണ്ടാണ് അവർക്ക് ജെഇ ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അവർക്കതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നിട്ട് പോലും. അപ്പോൾ എവിടെയാണ് നമുക്ക് പ്രശ്നം സംഭവിക്കുന്നത്? നിങ്ങൾ 100% പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നിടത്താണ് പ്രശ്നം സംഭവിക്കുന്നത്. അതായത് അവസാന മാസങ്ങളിൽ നമ്മൾ നോക്കുമ്പോഴായിരിക്കും അയ്യോ ഇനിയും കുറേ ടോപ്പിക്സ് പഠിക്കാനുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ അവസാന മാസങ്ങളിൽ അത്രയും നാൾ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ ടോപ്പിക്സ് നമ്മൾ വാരി വലിച്ച് പഠിക്കും. അത്രയും നാൾ പഠിച്ച ടോപ്പിക്സ് അവിടെ ബാക്കി കിടപ്പുണ്ട്. ആ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യാനോ ആ ടോപ്പിക് എന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനോ നമ്മൾ ശ്രമിക്കില്ല. പകരം അന്ന് വരെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കുറേ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ പഠിക്കാൻ ശ്രമിക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു പ്രത്യേക ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ പരീക്ഷയ്ക്ക് ഒരു 2 മാസം ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഏകദേശം ഒരു 85% ടോപ്പിക്സ് കെമിസ്ട്രിയിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങൾ അന്ന് വരെ പഠിച്ചിട്ടില്ലാത്ത കുറേ ടോപ്പിക്സ് നിങ്ങൾ കാണുന്നത്. ഒരു 15% ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നത്. ആ 15% പഠിച്ച് 100% പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ആൾറെഡി പഠിച്ച 85% ടോപ്പിക്സ് വീണ്ടും റിവൈസ് ചെയ്യാനും അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുമാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് ജെഇ പോലൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ജെഇ എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ടോപ്പിക്സ് പഠിച്ചു എന്നുള്ളതിലല്ല, നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്, പഠിച്ച ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിലാണ് ജെഇയുടെ സ്കോർ ഇരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്സും പഠിക്കുക എന്നുള്ളതിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പഠിച്ച ടോപ്പിക്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു അവസാന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.